നമസ്കാരം. പ്രകൃതിയുടെ രൗദ്രഭാവത്തിൽ കളിതുള്ളി സംഹാര താണ്ഡവമാടി പശ്ചിമഘട്ടമായ വയനാടിനെ മൊത്തത്തിൽ പ്രകൃതി വിഴുങ്ങിയപ്പോൾ തകർന്നത് അനേകായിരം പേരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ്. ഒറ്റ രാത്രി കൊണ്ട് തകർന്ന് തരിപ്പണമായത്. എന്നാൽ മലപ്പുറം ജില്ലയിൽ നടന്നത് ഒരു തോന്നിവാസം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഒരിക്കലും നടക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. വയനാട് വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ അങ്ങ് പലസ്തീനിലെ ഹമാസിന്റെ തലവനായ ഇസ്മയിൽ ഹനിയ എന്ന തീവ്രവാദി കൊല്ലപ്പെട്ടതിന്റെ പേരിൽ പ്രതിഷേധ റാലി സംഘടിപ്പിച്ച് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് എന്ന സംഘടന. ഇതിനെതിരെ മുഹമ്മദ് റിയാസോ സംസ്ഥാന സർക്കാരോ ഒരക്ഷരം വേണ്ടിയിട്ടില്ല, ഒരു അന്വേഷണവും നടത്തിയിട്ടില്ല. മലപ്പുറം ജില്ലയിലെ കുന്നുമലിൽ കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് റാലി നടന്നത്. മുണ്ടക്കൈയിലുണ്ടായ ദുരന്തത്തിൽ സംസ്ഥാനം ഒന്നാകെ വിറങ്ങലിച്ച് നിൽക്കുമ്പോഴാണ് മഴയെ പോലും വെല്ലുവിളിച്ച് പലസ്തീൻ സംഘടനയുടെ നേതാവ് കൊല്ലപ്പെട്ടതിന്റെ പേരിൽ കേരളത്തിൽ പ്രതിഷേധ പ്രകടനം നടന്നത്. പലസ്തീനിൽ ഒരു തീവ്രവാദി കൊല്ലപ്പെട്ടതിൽ ഒരു പ്രതിഷേധ റാലി നടത്തേണ്ട കാര്യമുണ്ടോ? നമുക്ക് എന്ത് നേട്ടമാണുള്ളത്? അതായത് മലപ്പുറം ജില്ലയിൽ തീവ്രവാദികളുടെ സ്ലീപ്പർ സെല്ല് ഉണ്ട് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുൻ DGP ആയിരുന്ന ലോക്നാഥ് ബെഹ്റ വിരമിക്കുന്ന സമയത്ത് പറഞ്ഞ വാക്കാണ് ഇവിടെ പ്രസക്തമാകുന്നത്. വയനാടിന് വേണ്ടി സുരക്ഷാ കവചമൊരുക്കാൻ ഒരു നാട് ഒന്നാകെ ഓടി നടക്കുമ്പോഴാണ് അതൊന്നും തങ്ങളെ ബാധിക്കില്ല എന്ന് തെളിയിച്ചുകൊണ്ട് കടലിന് അപ്പുറത്തേക്ക് അകലെയുള്ള ഒരു നാട്ടിലെ സംഘടനാ നേതാവിന് വേണ്ടി ഇക്കൂട്ടർ ഒത്തുകൂടി പ്രതിഷേധിക്കുന്നത്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ഇതിന്റെ ഭാഗമായിരുന്നു. ഇസ്രയേൽ തകർന്നടിയും കട്ടായം എന്നുൾപ്പെടെയുള്ള ഇസ്രയേൽ വിരുദ്ധ മുദ്രാവാക്യങ്ങളും റാലിയിൽ ഉയർന്നു വന്നിരുന്നു. പോരാട്ടത്തിന്റെ പാതയിൽ രക്തവും ജീവനും നൽകിയ നേതാവ് എന്നുൾപ്പെടെ ഹനിയെ പുകഴ്ത്തുന്ന മുദ്രാവാക്യങ്ങളും ഉണ്ടായിരുന്നു. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസ്കായന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തതിന് പിന്നാലെയാണ് ഹനിയ കൊല്ലപ്പെട്ടത്. ടെഹ്റാനിൽ ഹനിയ താമസിച്ചിരുന്ന ഗസ്റ്റ് ഹൗസിൽ വെച്ച് ആക്രമണം ഉണ്ടാവുകയായിരുന്നു. ഹനിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥനും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ഇസ്രയേലാണ് ഹനിയുടെ ആക്രമണത്തിന് പിന്നിലെന്ന് ഇറാനും ഹമാസും ആരോപിക്കുന്നുണ്ട്. സംഭവത്തിൽ ഇസ്രായേൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഒക്ടോബർ 7-ന് ഇസ്രായേൽ ഹമാസ് നടത്തിയ ആക്രമണത്തിന്റെ സൂത്രധാരനായിരുന്നു ഹനിയ. ഈ സംഭവത്തിന് പിന്നാലെയാണ് ഇസ്രായേലും പലസ്തീനും തമ്മിൽ രൂക്ഷമായ പോരാട്ടം ആരംഭിച്ചത്. മലപ്പുറം പോലെയുള്ള ഒരു ജില്ലയിൽ തീവ്രവാദികൾക്ക് വേണ്ടി, ഒരു തീവ്രവാദി നേതാവിന് വേണ്ടി ഒരു പ്രതിഷേധ റാലി സംഘടിപ്പിച്ചതിനെതിരെ സംസ്ഥാന സർക്കാർ ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന ഭാവത്തിലാണ് നിൽക്കുന്നത്. ഇതിനെതിരെ സംസ്ഥാന സ്പെഷ്യൽ ബ്രാഞ്ചോ സംസ്ഥാന ഇന്റലിജൻസ് വിഭാഗമോ അന്വേഷണം നടത്താനോ ഒന്നും തയ്യാറാകുന്നില്ല എന്നത് ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. എന്തായാലും ഇതിനെതിരെ കേന്ദ്രം ഒരു അന്വേഷണം നടത്താനുള്ള സാധ്യത കൂടുതലാണ്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയും അതീവ ഗൗരവത്തോടു കൂടി ഈ കാര്യം കാണുമെന്നത് വ്യക്തമാണ്.